അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് നമുക്കറിയാം ഈ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രീഡാകുട്ടിയായിട്ടുള്ള ഒരു പക്ഷേ നമ്മുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായിട്ടുള്ള രാമക്ഷേത്രം. ആ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തെ വളരെ നയചാതുര്യത്തോടു കൂടി ഒരു ഒരിറ്റ് ചോര പോലും പൊടിയാതെ എത്ര മനോഹരമായിട്ടാണ് മോഡി സർക്കാർ അതിന് പരിഹരിച്ചത്. നമുക്കറിയാം പരമോന്നത നീതിപീഠം രാമക്ഷേത്രം പണിയുന്നതിന് അനുമതി കൊടുക്കുകയും അവിടെ നടത്തിയിട്ടുള്ള രാമൻ ക്ഷേത്രത്തിൽ രാംലല്ലയുടെ തിരിച്ചുവരവ് അത് ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വേവ്, രാമനോടുള്ള സ്നേഹം, ആത്മാഭിമാനം, രാമൻ ഈ മണ്ണിന്റെ ആത്മതത്വമാണെന്നുള്ള ചിന്ത, ഇതൊക്കെ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് ഒരു ക്ലീൻ തൂത്തുവാരലായിരിക്കും ഉത്തർപ്രദേശ് ഉണ്ടാവുക. അതുപോലെ തന്നെ മധ്യപ്രദേശ് ഇവര് വലിയ രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എതിരാകുമെന്ന് പറഞ്ഞ മധ്യപ്രദേശ്, ആ മധ്യപ്രദേശ് ആയിരിക്കും ഒരുപക്ഷെ അവിടെയും ഒരു തൂത്തുവാരൽ നടക്കും. അതുപോലെ തന്നെ രാജസ്ഥാൻ നമുക്കറിയാലോ, അവിടുത്തെ കോൺഗ്രസ് വിരുദ്ധ ഭരണത്തോടുള്ള വികാരം കൊണ്ട് BJP സർക്കാർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മധ്യഭാരതത്തിന്റെ മുഴുവൻ മേഖലയും BJPക്ക് അനുകൂലമായ സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിലുണ്ട്, അതോടൊപ്പം തന്നെ ബംഗാൾ അടക്കമുള്ള കിഴക്കൻ മേഖലയിൽ. ഇപ്പൊ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളൊക്കെ മണിപ്പൂരിന്റെ പേരൊക്കെ ഇവർ പറയും. മണിപ്പൂരിൽ അവിടെ നടന്നിട്ടുള്ള പോളിംഗ് പെർസെന്റേജ് നിങ്ങൾ നോക്കണം. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ പോളിംഗ് BJPക്ക് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ നോർത്ത് ഈസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ആസാമിലുണ്ട്. നമ്മുടെ CAയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പറ്റം ഗുണഭോക്താക്കളായിട്ട് നിൽക്കുന്ന ആളുകൾ ആസാമിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റിനപ്പുറത്തേക്ക് BJPയുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഓൾ ഓവർ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് കാശ്മീർ മുതൽ കേരളം വരെ, കന്യാകുമാരി വരെ നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് BJPയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വികസനമാണ്. നമ്മൾ എപ്പോഴും അത് പറഞ്ഞു, രാഷ്ട്രീയത്തിനപ്പുറത്ത് വലിയ വാദമുഖങ്ങൾ ഉണ്ടായിരിക്കാം. ആ വാദമുകൾക്ക് അപ്പുറത്ത് ഒരു രാജ്യത്തിന്റെ സ്റ്റഡി ഗ്രോത്ത്, ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായ ഉന്നതി, സാമൂഹികമായിട്ടുള്ള ഉന്നതി, സാംസ്കാരികപരമായ ഉന്നതി, അങ്ങനെ എല്ലാ തരത്തിലും ഒരു രാജ്യം ക്രമാനുഗതമായി വിശ്വഗുരുവായി കാണുന്ന കാഴ്ച നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന് സാക്ഷികളായി നിൽക്കുന്ന ഈ രാജ്യത്തിൽ 140 കോടി ജനങ്ങൾ. ആ 140 കോടി ജനങ്ങളും നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടും BJPക്ക് അനുകൂലമായും ചിന്തിക്കുന്നു. അപ്പൊ ഒരേ മനസ്സോടു കൂടി ഒരു പറ്റം ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ BJPയുടെ സംഘടന സംവിധാനം അത് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെ BJPയുടെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തകരുടെ ആത്മവിശ്വാസം, ആ പ്രവർത്തകർ ഒഴുക്കിയിട്ടുള്ള വിയർപ്പ്, പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലനിൽപ്പ്, ഈ രാജ്യത്തിൽ തന്നെ നിങ്ങൾ നോക്കണം. ഈ രാജ്യത്തിന് എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയിട്ടുള്ള ഒരു വിഷയമായിരുന്നു രാമക്ഷേത്രം. അതുപോലെ തന്നെ CA, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 370, അതുപോലെ തന്നെ സ്ത്രീ സംവരണം. ഈ വിഷയങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഒരു കാവ്യത്തിന്റെ കാലത്തിന്റെ കാവ്യനീതി പോലെ, ഒരു കവിതയെ ചൊല്ലുന്നത് പോലെ വളരെ സിമ്പിൾ ആയിട്ടാണ് അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സിമ്പിളായി കൈകാര്യം ചെയ്തതിനെ ഒരു മുറിവ് പോലും ഒരാൾക്ക് വഹിക്കില്ല. ഇവിടെ പറഞ്ഞത് എന്താണ്? രാമക്ഷേത്രം വരുന്നതോടുകൂടി ഇന്ത്യ മഹാരാജ്യത്ത് ഹിന്ദു രാഷ്ട്രം വരാൻ പോകുന്നു, ഇവിടെ വലിയ രീതിയിലുള്ള കലാപങ്ങൾക്ക് കാരണമാകുന്നു, പള്ളി പൊളിച്ചതിന് പുറത്താണ് രാമനെ പ്രതിഷ്ഠിക്കുന്നത് പറഞ്ഞുകൊണ്ടുള്ള വർഗീയ പ്രചരണങ്ങൾ ഈ രാജ്യത്ത് നടത്തും. ആ വർഗീയ പ്രചരണങ്ങളൊക്കെ ജനങ്ങൾ തള്ളി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇവര് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ഇപ്പോ ഇവരുടെ മോഡിയുടെ പ്രശ്നമൊക്കെയാണ് ഒരു വലിയ വിഷയമായിട്ട് പറയുന്നത്. നമ്മൾ സത്യത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കണം, ഈ രാജ്യത്ത് CAയുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷവും പരോക്ഷവുമായിട്ട് ഈ രാജ്യത്തെ വർഗീയ കലാപത്തിലേക്കും വർഗീയ ധ്രുവീകരണത്തിലേക്കും കൊണ്ടുപോയത് ആരാണ്? കോൺഗ്രസ്സുകാരാണ്. അതിൽ രാഹുൽ ഗാന്ധിക്ക് പങ്കുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് പങ്കുണ്ട്, മതഭീകരവാദികൾക്ക് പങ്കുണ്ട്. മതഭീകരവാദികളും ഇവിടുത്തെ ഇന്ത്യ വിരുദ്ധ മുന്നണി, ഇന്ത്യ എന്ന പേരിലുള്ള ഇന്ത്യ വിരുദ്ധ മുന്നണി, ആ മുന്നണി ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിനെതിരെ, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കെതിരെ നിരന്തരമായി രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകൾ ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യം എന്ന പേരിൽ രൂപം കൊള്ളുന്നു. മുരുണ്ടും മുറുക്കൻപാമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. നിങ്ങൾ നോക്കണം, മുരുണ്ടും മുറുക്കൻപാമ്പെന്ന പ്രയോഗത്തിൽ നമ്മൾ കാണുന്നു നമ്മുടെ മുമ്പിൽ. ഇപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ മുന്നണി സംവിധാനത്തിലുള്ള ആളുകളൊക്കെ നിന്ന്. ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധിയുടെ സോണിയ കുടുംബം. ആ കുടുംബം എന്ന് പറയുന്നത് കുടുംബ പശ്ചാത്തലമാണ്. ഈ നമ്മൾ പഴയ നാട്ടുരാജാക്കന്മാരെ മക്കളും മരുമക്കളും അടക്കമുള്ള ഒരു സംവിധാനം ഈ രാജ്യത്തിന്റെ ഭരണത്തെ പതിറ്റാണ്ടുകളായി കൈപ്പിടിയിൽ നിർത്തിക്കൊണ്ട് അഴിമതിയുടെ കൂത്തരങ്ങാക്കുന്ന നെഹ്റുവിന്റെ കുടുംബം. രണ്ടാമത്തെ നിങ്ങൾ നോക്കുക, ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ജമ്മു കാശ്മീരിലെ 2 കുടുംബ മുന്നണികൾ. ഒന്ന് ഫറൂഖ് അബ്ദുള്ളയുടെ കുടുംബം, മറ്റു മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ മകളുടെ കുടുംബം. അവിടെയും കുടുംബാധിപത്യമാണ് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് ആരാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത്? നമ്മൾ നോക്കണം, സ്റ്റാലിനാണ്.
ഇപ്പൊ കരുണാനിധി ആയിക്കോട്ടെ, സ്റ്റാലിൻ ആയിക്കോട്ടെ, അഴഗിരി ആയിക്കോട്ടെ, ഒരു കൂട്ടുകുടുംബ നാട്ടുരാജ്യ വ്യവസ്ഥയിൽ തമിഴ്നാടിനെ മുച്ചൂട് പിടിക്കുന്ന കരുണാനിധിയുടെ കുടുംബം. ഇനി നിങ്ങൾ നോക്കൂ, ബീഹാറിൽ നോക്കുന്ന സമയത്ത് നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലം മുതൽ കേട്ട ഒരു പേര്, കാട്ടുകള്ളൻ ആരെന്ന് കേട്ട വീരപ്പൻ കഴിഞ്ഞ പിന്നെ പറയുന്ന പേര് ലാലു പ്രസാദ് യാദവ് എന്ന് പറയുന്ന പേരാണ്. കാരണം എന്താണ്, നമുക്കറിയാം കൽക്കരി കാലിത്തീറ്റ കുംഭകോണം ആയിക്കോട്ടെ, കുംഭകോണങ്ങളുടെ രാജകുമാരനായ ലാലു പ്രസാദിന്റെ മകനടക്കമുള്ള, ലാലു പ്രസാദ് അടക്കമുള്ള ഒരു കൂട്ടം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മുഖ്യമന്ത്രിയാകുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ട നമ്മുടെ ജാർഖണ്ഡിന്റെ ഷിബു സോറന്റെ മകൻ, അതൊരു കുടുംബാധിപത്യ, ഷിബു സോറന്റെ മകൻ ഹേമന്ത് സോറൻ. ആ ഹേമന്ത് സോറൻ ഈ മുന്നണിയുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അഴിമതിക്കെതിരെ പടപൊരുതിക്കൊണ്ട് ഇന്ത്യയുടെ വീരനായകനായി പ്രത്യക്ഷപ്പെട്ട, അവസാനം അഴിമതി കേസിൽ തന്നെ അകത്തായിട്ടുള്ള നമ്മളുടെ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന കപടമുഖം. ആ കപടമുഖമാണ് കോൺഗ്രസിനെതിരെ നോക്കുന്നത്. ഇപ്പൊ കോൺഗ്രസ്സുകാരാണ് ഈ കെജ്രിവാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാൻസ്. ഈ കെജ്രിവാളിന്റെ ഉദയം തന്നെ കോൺഗ്രസ്സുകാരുടെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ വലിയ ഉദയം തന്നെ ഇന്ത്യയിൽ ചായണ്ടായിരുന്നത്. അദ്ദേഹം തന്നെ പിന്നീട് അഴിമതിയുടെ തമ്പുരാനായി മാറുന്ന കാഴ്ച. ജയിലിനകത്ത് നിന്ന് ഇപ്പൊ പരോളിൽ വന്ന ഒരാൾ വീണ്ടും ഈ രാജ്യത്തിന്റെ സദ്ഭാവനയെ കുറിച്ചും അഴിമതിക്കെതിരെ സംസാരിക്കുന്ന വിരോധാഭാസം. അപ്പൊ ഇങ്ങനെയുള്ള അഴിമതിക്കാരുടെ കൂട്ടുമുന്നണി, ആ കൂട്ടുമുന്നണിക്ക് പുറത്തുനിന്നും അകത്തുനിന്നും ഞങ്ങൾ പിന്തുണ നൽകാൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള രാജ്യവിരുദ്ധരായിട്ടുള്ള, ദേശവിരുദ്ധരായിട്ടുള്ള ആളുകൾ, അവരുടെ ഒരു കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ഒരു കനലുകരി എന്ന് പറയുന്ന ഒരു ആലപ്പുഴത്തേക്ക് അപ്പുറത്തേക്ക് ഒരു 5 സീറ്റിനപ്പുറത്തേക്ക് കേരളത്തിൽ പോലും കിട്ടാത്ത ഒരു സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അവരുടെ സംഘടനാ ദൗർബല്യത്തിന്റെ ഏറ്റവും പരിതാപകരമായ ഒരു കാലഘട്ടത്തിൽ അവർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവർ നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള മുള്ളും മുരണ്ടും മൂർഖൻ പാമ്പും മുന്നണിയെ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തിലെ ജനങ്ങൾ നിസ്സംശയം നമുക്കറിയാം തള്ളിക്കളയും. 2011 ഇവരെ വലിച്ചെറിയാൻ UPA-യുടെ പേര് അന്ന് ഇവരെ പൊരിച്ചിട്ടായിരുന്നു. അന്ന് ഈ രാജ്യത്ത് നടന്ന അഴിമതികൾ നമുക്കറിയാം. 2G-യുടെ സ്പെക്ട്രം അഴിമതി, കൽക്കരി കുംഭകോണം, നമ്മളൊക്കെ ചരിത്രത്തിൽ തന്നെ നമ്മുടെ അഴിമതിയുടെ കണക്കിന്റെ സംഖ്യ കേട്ട് നമ്മൾ ഞെട്ടിത്തെറിച്ചിട്ടുണ്ട്. 3 ലക്ഷം കോടിയുടെയും 4 ലക്ഷം കോടിയുടെയും ഒക്കെ അഴിമതി കഥകൾ കേട്ടിരുന്ന 2014 ഈ സർവ്വ മുള്ളുമുരുടെ മൂർഖൻ പാമ്പിനെയും ജനങ്ങൾ തൂത്തെറിഞ്ഞതാണ്. ആ മുള്ളുമുരുടെ മൂർഖൻ പാമ്പ് വീണ്ടും ഒരുമിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾക്കൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചുവരവിനുള്ള അവസരം ഒരുക്കാനുള്ള സാഹചര്യത്തിൽ ഈ സഖ്യം നിൽക്കുന്നു. അപ്പൊ ഈ സഖ്യത്തിലെ ജനങ്ങൾ തള്ളി നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് ആയിക്കൊണ്ട് ജനങ്ങളാണ് BJP വിജയിക്കാൻ പോകുന്നത്. അപ്പൊ ഇവരിപ്പോഴും വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്, കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. നരേന്ദ്രമോദിജിയെ ഏതൊക്കെ രീതിയിലാണ് അവഹേളിക്കാൻ ശ്രമിക്കുന്നത്. കാരണം മോദിജി വന്ന പാതയൊരിക്കലും നമുക്കറിയാം ഒരു പുൽമെത്തയിട്ട പാതയിലൂടെ ഒന്നും അദ്ദേഹം വന്നിട്ടില്ല. പൂക്കൾ വിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആരും സ്വീകരിച്ചിട്ടില്ല. കല്ലുകൾ എറിഞ്ഞുകൊണ്ടും മുള്ളുകൾ ചവിട്ടി തന്നെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ ഈ പറയുന്ന വർഗീയവാദി, അദ്ദേഹത്തിനെ വിളിക്കുന്ന വർഗീയ പ്രചരണം നടത്തുന്ന ആൾ, ഇപ്പൊ ഞാൻ ഇന്ന് ഒരു മാധ്യമത്തിൽ മോദിജി എത്ര സ്ഥലങ്ങളിൽ എത്ര വർഗീയത പറഞ്ഞതിന് എണ്ണമാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. അതാണ് നേരത്തെ മോദിജി പറയുന്നത്. 900 മാധ്യമങ്ങൾ എതിരായിട്ട് പോലും ഒരു മാധ്യമത്തെ പോലും നിരോധിക്കാതെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദി.